നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാനും അങ്ങേ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയോർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമേ. അങ്ങേ ആത്മാവിനും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ദിവ്യമായ ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ടൊക്കെയും മാനിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആദ്യോടന്തം തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഡൂസിലെ ഒന്നാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 1. അത്യുന്നതന് വന്ദനം, അവൻ കൃപയ്ക്ക് സ്തോത്രം.
ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയോട് കൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കറുകൾ മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ച് വന്നിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കാവലും കൂട്ടായ്മയും നമ്മോട് കൂടെയിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും അതിശയകരമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തു. ആ ദൈവത്തിൻ്റെ ദിവ്യമായ സ്നേഹത്തെയും പരിപാലനത്തെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാവിധമായ വീഴ്ചകളെയും കുറവുകളെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വിനയപ്പെടുത്താം. നമ്മുടെ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയാം. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും ഏറ്റു പറഞ്ഞുകൊണ്ട് അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അനുതാപ ഹൃദയത്തോടുകൂടി 133 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം പാടാം. 133 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. പാഹിമാം യേശുനാഥ, ചെയ്ത പാപം ഓർക്കുന്നേ. പാഠത്തിന് പിറകിലുള്ള 4-ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്ഥ പിതാവേ, അരിഷ്ടപാപികളായ അടിയങ്ങൾത്തിനുമ്പിൽ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പല വിധത്തിലും ലംഘിച്ചിരിക്കുന്നു. ആകാത്ത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദികേട്, ചതി എന്നിവയാലും വീണ്ടും പോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ നിത്യമരണത്തിനും കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയിൽ ഉണ്ടായി വന്നതും യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറെ വീണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സർവ്വപാപമായി സൗജന്യമായി ക്ഷമിച്ച് തിരുകൂട്ടായ്മ ഞങ്ങളെ ചേർത്ത് ചൂടുപുതുക്കെ തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച്
ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിനും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്രകാരമാകുന്നു: അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരച്ചവർ തെറ്റൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തു നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതത്രേ എനിക്കിഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, മനസ്സലിവുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത മൂല്യ സ്നേഹ നിമിത്തവും തിരുവചനം വിശുദ്ധ ചുർപ്പൂരികൾ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയത് നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അധരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരുണ്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രനും പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ സദാകാലവും സകലവും ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമീൻ. നാം നിൽക്കുമ്പോൾ തന്നെ 103-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശിന്ന് വീണ്ടെടുക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. അവൻ എല്ലായ്പ്പോഴും ഭർസിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുൻപായി 17-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 17-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം. അഭക്തർ ചൊല്ലും പോലെ നടക്കാതെ നിൽക്കാതെ ദുഷ്ടരുടെ മാർഗത്തിൽ.
ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 8 മുതൽ 17 വരെയും, പുതിയ നിയമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായം 41 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങൾ. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 8 മുതൽ 17 വരെ. ആരും തൻ്റെ സഹോദരനായ ഒരു യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായ ദാസനെയും എബ്രായ ദാസിയെയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കണമെന്ന് സിദക്കിയ രാജാവ് യെരൂശലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട്: ആരും തൻ്റെ ദാസനെ കൊണ്ടും ദാസിയെ കൊണ്ടും ഇനി അടിമവേല ചെയ്യിക്കാതെ അവരെ സ്വതന്ത്രരായി വിട്ടയക്കണമെന്നുള്ള നിയമത്തിൽ ഉൾപ്പെട്ട സകല പ്രഭുക്കന്മാരും സർവ്വജനവും അത് അനുസരിച്ച് അവരെ വിട്ടയച്ചിരുന്നു. പിന്നീടോ അവർ വ്യത്യാസം കാണിച്ചു. സ്വതന്ത്രരായി വിട്ടയച്ചിരുന്ന ദാസന്മാരെയും ദാസിമാരെയും മടക്കി വരുത്തി അവരെ വീണ്ടും ദാസീദാസന്മാരാക്കി തീർത്തു. അതുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് യഹോവയിങ്കിൽ നിന്നുണ്ടായതെന്തെന്നാൽ: ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ഒരു നിയമം ചെയ്തു. തന്നെത്താൻ നിനക്ക് വിൽക്കുകയും 6 സംവത്സരം നിന്നെ സേവിക്കുകയും ചെയ്ത എബ്രായ സഹോദരനെ ഒടുക്കം 7-ാം സംവത്സരത്തിൽ വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി നിന്റെ അടുക്കൽ നിന്ന് വിട്ടയക്കണം എന്ന് കൽപ്പിച്ചിരുന്നു. എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല, ചെവി ചായ്ച്ചതുമില്ല. നിങ്ങളോ ഇന്നു തിരിഞ്ഞ് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരുന്ന തൻ്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസീദാസന്മാരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഓരോരുത്തൻ താൻ്റെ സഹോദരനും കൂട്ടുകാരനും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എൻ്റെ വാക്കു കേട്ടില്ലല്ലോ. ഇതാ ഞാൻ ഒരു വിമോചനം പ്രസിദ്ധമാക്കുന്നു. അത് വാളിനും മഹാമാരിക്കും ക്ഷാമത്തിനുമത്രേ. ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇങ്ങനെ ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 17-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 17-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം: ദുഷ്ടൻ പതിർ അവനെ കാറ്റുപാറ്റും, വിസ്താര നാൾ അവൻ വഴികിടും എന്ന്. പുതിയ നിയമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെ. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിനു നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും
ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചവസാനിച്ചിരിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശരാകുവാൻ ക്ഷണിച്ചിരിക്കാനും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കന്യകയിൽ ഉൽപ്പാദനം ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റു, സ്വർഗാരണമായി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാകുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിനും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവിക്കലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കെല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 9,869 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 2,000 രൂപ. പ്രത്യേക സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 1,600 രൂപ. പൂർഫണ്ടിലേക്ക് ലഭിച്ചത് 2,000 രൂപ. ലേലം ഇനത്തിൽ ലഭിച്ചത് 180 രൂപ. സെൻട്രൽ സ്കൂൾ ഓപ്പറേറ്ററായിട്ട് ലഭിച്ചത് 573 രൂപ. അങ്ങനെ ആകെ 16,222 രൂപ. 29/8/2025 വെള്ളിയാഴ്ച സ്തോത്രകാഴ്ചയായിട്ട് ലഭിച്ചത് 330 രൂപ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പതിവ് പോലെ രാവിലെ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് വെള്ളിയാഴ്ച കൂട്ടായ്മ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഈ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷമുള്ള റിഫ്രഷ്മെൻറ്റിലുള്ള സ്നാക്സ് ഒരു കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നു. ആ കുടുംബത്തോടുള്ള സഭയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൊയ്ത്തുത്സവം ഒക്ടോബർ മാസം 12-ാം തീയതി രാവിലെ 9 മണി ആരാധനയോടൊപ്പം നടത്തപ്പെടുന്നു എന്ന കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സഭാജനങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഷത്തെ കൊയ്ത്തുത്സവത്തെയും വാർഷിക സ്തോത്ര ആരാധനയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. റാഫിൾ ടിക്കറ്റിൻ്റെ വിതരണം ഈ ആഴ്ച മുതൽ നടത്തപ്പെടുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ടീച്ചേഴ്സിൻ്റെ നമ്മുടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ്, അൺഎയ്ഡഡ്, അംഗനവാടി മുതലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഇപ്പോൾ സർവീസിലിരിക്കുന്നവരെയും സർവീസിൽ നിന്ന് വിരമിച്ചവരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മീറ്റിംഗ് ആരാധനയ്ക്ക് ശേഷം, ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. എല്ലാ അധ്യാപന രംഗത്ത് സേവനം ചെയ്യുന്നവരും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതിനുശേഷം ഈ മീറ്റിങ്ങിന് ശേഷം തന്നെ ഈ വർഷത്തെ കൊയ്ത്തുത്സവത്തോട് അനുബന്ധിച്ചുള്ള കൊയ്ത്തുത്സവ സബ് കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. എല്ലാ സബ് കമ്മിറ്റി അംഗങ്ങളും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു.
ഈ വർഷത്തെ യൂത്തിൻ്റെ കോൺഫറൻസ് സെപ്റ്റംബർ മാസം 4, 5, 6 തീയതികളിൽ നടത്തപ്പെടുന്നു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. VBSൻ്റെ ഗാനങ്ങൾ 2026 വർഷത്തേക്കുള്ള VBSൻ്റെ ഗാനങ്ങൾ രചിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ട്. ഈ വർഷത്തെ VBSൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് സഫാരി വൈബ്സ് എന്നതാണ്. ജേണിങ് വിത്ത് ക്രൈസ്റ്റ് എന്നതാണ് ചിന്താവിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരം നമ്മുടെ ഗ്രൂപ്പുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നോട്ടീസ് ബോർഡിൽ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ രചനകൾ അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഡീക്കൻ ഓർഡിനേഷൻ സ്വിക്യൂസ് പ്രിറ്റ്സ് മെമ്മോറിയൽ CSI ചർച്ച് കൊടക്കൽ ഇടവകാംഗവും ഇപ്പോൾ മലബാർ മഹാ ഇടവക ഗുണ്ടർ മെമ്മോറിയൽ CSI ചർച്ച് കാലിക്കറ്റ് ശുശ്രൂഷകനുമായ ശ്രീ വിപിൻ ജോസഫ് ആന്തുരുവളപ്പിൽ മലബാർ മഹാ ഇടവക പാസ്റ്ററൽ ആൻഡ് മിനിസ്ട്രിയൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മലബാർ മഹാ ഇടവക ബിഷപ്പ് സെപ്റ്റംബർ മാസം 18-ാം തീയതി ഡീക്കൻ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. ശ്രീ വിപിൻ ജോസഫ് ആന്തുരുവളപ്പിൽ പ്രസ്തുത ശുശ്രൂഷ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടാതിരിക്കേണ്ടതിന് ന്യായമായ കാരണങ്ങൾ വല്ലതുമുണ്ട് എന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതായത് സെപ്റ്റംബർ മാസം 15-ാം തീയതിക്ക് മുൻപായി മലബാർ മഹാ ഇടവക ബിഷപ്പിനെ അറിയിക്കേണ്ടതാണ് എന്ന കാര്യം സഭയെ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അച്ഛനാണ് റവറൻഡ് ബിജോൺ പി ജോസഫ് അച്ഛൻ. അച്ഛൻ്റെ കൊച്ചമ്മ 2023 ക്യാൻസർ ബാധിതയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അച്ഛനിപ്പോൾ അത്തരത്തിലൊരു അസുഖത്തോട് മല്ലടിച്ചുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് ആയിരിക്കുന്നത്. കണ്ണൂരിൽ ഒരു വാടക വീട്ടിലാണ് അച്ഛനും മകളും താമസിക്കുന്നത്. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് അനേകം പണം സാമ്പത്തികം ആവശ്യമായിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമ്മുടെ മലബാർ മഹാ ഇടവക വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു കളക്ഷൻ നടത്തുവാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഭയിലെ ശ്രീജന സഖ്യ അംഗങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഡോർ കളക്ഷൻ നടത്തുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. കഴിയുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ആരെങ്കിലും കൊണ്ടുവരുവാനോ എടുക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രയാസമുണ്ടെങ്കിൽ വിമൻസ് ഫെലോഷിപ്പ് അംഗങ്ങളെ നിങ്ങൾ അറിയിച്ചാൽ അവർ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങൾ നൽകുന്ന ഏത് പണമാണെങ്കിലും എത്രയാണെങ്കിലും അത് അവർ സ്വീകരിക്കുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെയും മകളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ കൺഫർമേഷൻ ക്ലാസ് ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. കൺഫർമേഷൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും വൈകുന്നേരം 4:30 മണിക്ക് തന്നെ ഈ ക്ലാസ്സുകളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മക്കളും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും കൺഫർമേഷൻ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്ന അപേക്ഷയുമായിട്ട് കൺഫർമേഷൻ ക്ലാസ്സിലേക്ക് വരണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സഭാംഗമായ മിസ്സിസ് ജെയിൻ തങ്കമണി 78 വയസ്സ് 24/8/2024 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അന്ത്യശുശ്രൂഷ 25/8/2025 വൈകുന്നേരം 4 മണിക്ക് കൊഴക്കൽ പള്ളി സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഭ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. തിരുവത്താഴ പരസ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഇഷ്ടമെങ്കിൽ വരുന്ന ഞായറാഴ്ച ഈ സഭയിൽ തിരുവത്താഴ ഉണ്ടാകും. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതിനാൽ ഈ വിശുദ്ധ ചുരുക്കുറി കർത്താവ് താൻ തന്നെ സ്ഥാപിച്ചു എന്ന് ഓർത്തുകൊള്ളുവിൻ.
വീണ്ടെടുക്കപ്പെട്ടവർക്ക് രക്ഷിതാവിനോടും സഹോദരന്മാരോടും ഉള്ള കൂട്ടായ്മ ഉണ്ടാകുവാൻ, തിരുമേശയോട് അടുത്തു വരുവാനും പാപമോചനത്തിൻ്റെ നിശ്ചയം ഈ ചൊൽക്കുറി മുഖാന്തരം ലഭിപ്പാനും കർത്താവ് താൻ തന്നെ നിങ്ങളെ ക്ഷണിക്കുന്നു. മാനസാന്തരപ്പെടാതെയും തൻ്റെ വഴികളെ തിരുത്താതെയും പാപത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവൻ ക്രിസ്തുവിനുള്ളവനല്ല. അവൻ കർത്തൃമേശയോട് അടുത്തു വരരുത് എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തരും തന്നെ താൻ ശോധന ചെയ്യേണ്ടതാകുന്നു. ഞാനും ശരിയായ മാർഗത്തിലാകുന്നുവോ ഉള്ളത് എന്ന് ഓരോരുത്തരും തൻ്റെ വഴിയെ പരിശോധിക്കണം. നീ നിന്നെ തന്നെ താഴ്ത്തി പാപത്തെ ഏറ്റുപറക. നീ ദൈവത്തോട് മാത്രമല്ല കൂട്ടുകാരനോടും പിഴച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവനോട് ഇണങ്ങി അന്യായം ചെയ്ത് അതിന് മതിയായ പ്രതിശാന്തി ചെയ്യുവാൻ നിന്നാൽ ആവോളം സന്നദ്ധനായിരിക്കണം. ദൈവം നിന്റെ സകല കുറ്റങ്ങളും ക്ഷമിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിന്നോട് പിഴച്ചിരിക്കുന്നവർക്കും നീ ക്ഷമിച്ചു കൊടുക്കുവാൻ ഒരുക്കമുള്ളവനായിരിക്കണം. പാപങ്ങളെ ക്ഷമിച്ച് ഹൃദയത്തെ പുതുക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഓരോരുത്തരും തിരിഞ്ഞു ചെന്ന് സ്തോത്രത്തോടെ കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരുവിൻ. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഗ്രേസ് ലത കൊയപ്പ, ആൻസി സ്റ്റാൻലി പാറമേൽ, ഹെറിൻ റെജിനോൾഡ് പന്തലാത്ത്, ലീലാവതി ചെയിൻ ഉള്ളാട്ടിൽ, ഗോഡ്ഫ്രെഡ് സക്രിയ കൊയപ്പ, ഓമന ജയരാജ് പൂവത്ത്, ജിജിൻ പോൾ ചക്കിങ്ങൽ, റോജിൻ റയാൻ പ്ലാങ്കാലത്ത്, ആഷ്ലി ഹെബിൻ കളരിക്കൽ, ഡീന എഡ്വിൻ പണ്ടാരപ്പറമ്പ, സ്റ്റാൻലി റുഡോൾഫ് ചിറ്റയാകും, ജോസഫ് റെജിനോൾഡ് കൊയപ്പ, സാമുവൽ കൊയപ്പ, മോഹൻദാസ് ബാസിൽ പരങ്ങത്ത്, ജിജീഷ് സുകുമാരൻ ഇടക്കാട്, വിനോദ് കുമാർ ഇല്ലത്ത് പറമ്പ, ജോഷി ഡേവിഡ് കൊയപ്പ, ആൻഷൽ എർണോൾഡ് എ വി, ഹീന മേരി മൺറോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത്. അനിത ജാസ്മിൻ പണ്ടാർപ്പറമ്പ, റിയ ക്രിസ്റ്റീന പുത്തൻപുരയിൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിവാഹവാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ടുള്ള ദൈവകൃപകൾ പ്രാപിച്ചവരെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. 231 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനും ജീവന്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അത് ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് നൽകുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു ആഴ്ചയിൽ പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങളുടെ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ദൈവം അനുഗ്രഹിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരോട് കൂടെ നല്ലവനും വല്ലവരുമായിട്ട് കൂടെയിരുന്നു. അതിശയകരമായി അത്ഭുതകരമായിട്ട് അവരെ അനുഗ്രഹിച്ച് പരിപാലിച്ചു. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ ദൈവസാന്നിധ്യം കൂടെ ഇരുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഈ പുതിയ വർഷത്തിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കുമാറണമേ.
ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഇരുന്ന് പരിപാലിക്കണമേ, വഴി നടത്തണമേ. എല്ലാവിധമായുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളെ അവിടുന്ന് നൽകുമാറാണമേ. കർത്താവേ, ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, വിവാഹ വാർഷികത്തിൽ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് കുടുംബമായിട്ട് കടന്നു വരുവാൻ അങ്ങ് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചനായി അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, പുതിയ വർഷത്തിലും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കുമെന്ന് യോശുവ പറഞ്ഞ പോലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവം സഹായിക്കണമേ. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ, അങ്ങ് നൽകുന്ന നന്മകളെ, അങ്ങ് നൽകുന്ന സന്തോഷത്തെ, സമാധാനത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന സ്നേഹത്തെയൊക്കെ പരസ്പരം പങ്കിട്ടുകൊണ്ടൊക്കെ ജീവിപ്പാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ, കർത്താവിൻ്റെ വിടുതൽ, സൗഖ്യം ഒക്കെ അനുഭവിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നോർക്കുവാനും എപ്പോഴും കർത്താവെ അങ്ങയോട് നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാനും പ്രിയപ്പെട്ട മക്കളെ തുടർന്നും അവിടുന്ന് സഹായിക്കണമേ. എല്ലാവിധമായിട്ടുള്ള ദൈവാനുഗ്രഹത്താലും എല്ലാവരും അവിടുന്ന് വഴി നിർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോടുകൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 317 ഗീതം പാടാം. ഗീതം 317. സഹോദരരെ വരുവിൻ വിരവിൽ മഹോന്നതനാം പരമനരികിൽ.
നമുക്ക് ഈ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ കാഴ്ചയെ വിശദീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കയാൽ നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരണവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനകളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ഫലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മൂപ്പയോഗങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുനദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയസത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവിലും കൃപയിലും ബരമേൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ ഭാരതഖണ്ഡത്തെയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണ, സത്യവും സമാധാനവും നിലനിന്നു പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവകകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചുകളെന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദുരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരുണാക്കാവലിൽ വരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും അകന്ന് ദൂരരാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെ മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ അകന്നിരിപ്പാൻ അവരാരെ സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അവരെയും കാത്ത് സൂക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടി ആലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധമത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പാളയമിറങ്ങി ഇപ്പോൾ ശിവമാർഗത്തിലും പിന്നീട്
ഞങ്ങളുടെ മരണനാഴികയിൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിനെ സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് വിനയമായി കേൾക്കണമേ. ആമേൻ, ആമേൻ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 213 ഗീതം പാടാം. ഗീതം 213, എൻ നാഥനാകും യേശു നീ വരാതെ എന്ന്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാൻ, അങ്ങേ ആത്മാവിൻ സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ നിമിഷങ്ങളിൽ ഇരിക്കുന്നതിനായിട്ട് ദൈവമേ നന്ദി കരേറ്റുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനത്തിലെ ആഴങ്ങളെ ഗ്രഹിക്കുവാനായിട്ട്, വചനത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവചനം യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ദൈവത്തിൻ്റെ വചനം.
കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ ഒരു സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്കും വക ഇല്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. ഒരിക്കൽ ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. താൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? തൻ്റെ ജീവിതകാലത്ത് താൻ ഒരുപാട് സമ്പാദിച്ചു. എന്നാൽ മരണത്തിന് ശേഷം തനിക്ക് എന്താണ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. തൻ്റെ ഒരു ഉറ്റ സ്നേഹിതനോട് ഈ ഒരു ആശയം അദ്ദേഹം പങ്കിട്ടു. തനിക്ക് എന്താണ് മരണത്തിന് ശേഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കുക? ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് മരണത്തിന് ശേഷം എന്താണ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിരവധി വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ സമ്പാദിച്ച പണം എങ്ങനെയാണ് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്പാദിച്ച പണം മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകാറുള്ളത്. കാരണം ഇവിടുത്തെ പണം മറ്റൊരു രാജ്യത്ത് മൂല്യമില്ലാത്തതാണ്, അത് അവിടെ എടുക്കാത്തതാണ്. അത് അവിടെ മൂല്യമുള്ളതാകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് അത് എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമാണ് അവിടെ മൂല്യമുള്ളതായിട്ട് മാറുക എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് മരണശേഷവും. നിങ്ങൾ എന്തെല്ലാം ഇവിടെ സമ്പാദിച്ചു എങ്കിലും ഈ ലോകത്തു നിന്ന് നിങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. എന്നാൽ നിങ്ങൾ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമാണ് മറ്റൊരു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അതിന് മാത്രമാണ് അവിടെ മൂല്യമുണ്ടാക്കുക, അവിടെ വിലയുണ്ടാക്കുക എന്ന് ഈ ധനവാനോട് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ നയിച്ചു എന്നാണ് ആ കഥയിൽ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണമുള്ള പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കണക്കിടുന്ന ഒരു ദൈവമുണ്ട്, അത് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഇവിടെ വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് യാക്കോബ് പറയുന്നത് ഇതാണ്, നമ്മുടെ വിശ്വാസം, ആത്മീയത എന്ന് പറയുന്നത് അത് എപ്രകാരമുള്ളതാണ്? പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും അങ്ങനെ ഈ ആത്മീയമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതും ഒക്കെയാണ് ആത്മീയത എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. അത്തരത്തിലൊരു ചിന്ത അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബ് പറയുന്നത്, പ്രവൃത്തി, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതികരണം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് വരേണ്ടത്. അത് അത്തരത്തിലൊരു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം
ആത്മീയത അത് നിർജീവമാണ് എന്ന് യാക്കോബ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. എന്താണ് ദൈവം എന്നും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും നമ്മളുണ്ടാക്കുന്ന ദൈവസങ്കല്പവും അതിലൂടെ നമ്മുടെ ആത്മീയതയും ഒക്കെയാണ് നമ്മൾ മുന്നത്തെ ആഴ്ച ചിന്തിച്ചത്. എന്നാൽ ഇന്ന് എന്താണ് ആത്മീയത എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇന്നത്തെ ടെസ്റ്റുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഡിവോഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി വിത്ത് ജസ്റ്റിസ്, നീതിയോട് കൂടിയ വിശ്വാസം ഉള്ളവരായിരിക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പഴയ നിയമ വേദപാഠഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കേണ്ടായി. അവിടെ നമ്മൾ കൺവെൻഷനിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ശബത്ത് വർഷത്തെ ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതുപോലെ യോബേൽ വർഷത്തെ ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അവിടെ എല്ലാവർക്കും വിടുതലും എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവരുടെ എല്ലാവിധമായിട്ടുള്ള ബാധ്യതകളും കടങ്ങളും ഇളച്ചു കൊടുക്കുന്നതും അവരുടെ സ്വത്തുവകകൾ പിടിച്ചു വെച്ചത് തിരിച്ചു കൊടുക്കുന്നതും ഒക്കെയാണ് ഈ ഒരു ശബത്ത് വർഷത്തിൻ്റെയും അതുപോലെ തന്നെ യോബേൽ വർഷത്തിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുതന്നെയാണ് എന്ന് നമ്മൾ പഴയ നിയമ വേദപാഠഭാഗത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ദൈവം ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യർ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള അകൽച്ചകൾ, ഉച്ച നീചത്വങ്ങൾ ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സമത്വം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ കൽപ്പനയിൽ അല്ലെങ്കിൽ ദൈവം കൽപ്പനയായിട്ട് ഇപ്രകാരം തൻ്റെ ജനത്തിന് നൽകിയത്. എന്നാൽ ആ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും ജീവിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മളൊരു ഓണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഓണത്തിലും നമ്മൾ ഓണം എന്ന് പറയുന്നതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാവരും തുല്യരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എല്ലാവരും ഒരുമയോടെ അല്ലെങ്കിൽ ഈക്വലായിട്ട് സമത്വത്തോടെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർക്കുന്നതാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളില്ല, മതത്തിൻ്റെ ജാതിയുടെ വർഗത്തിൻ്റെ ഒന്നും പേരിലുള്ള വിവേചനങ്ങളില്ലാതെ ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരുമനയോടെ ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്. നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നതും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നതും ഒക്കെ ഈ ഒരു സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും ഒരു സമൂഹമായിട്ട് മാറുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഓണവും നമ്മുടെ വിശ്വാസം തമ്മിലുള്ള ഒരു ബന്ധത്തെ, അതിൻ്റെ സങ്കല്പത്തിലുള്ള ആശയത്തിലുള്ള ഒരു ബന്ധത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാവർക്കും എന്താണ് ഇക്വാലിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ എല്ലാവർക്കും ഒരുപോലെ എല്ലാ പ്രൊപ്പോർഷനേറ്റായിട്ട് വേണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. എന്ത് നമ്മൾ വിതരണം ചെയ്യുകയാണെങ്കിലും അത് ഓരോരുത്തരും അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിനെ ഇക്വിറ്റി എന്നാണ് പറയുക. ഇക്വാലിറ്റി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇക്വിറ്റി എന്നതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ അത് ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഒരു മതിലുണ്ട്, ഒരു 10 അടി ഉയരമുള്ള ഒരു മതിലാണ് എന്ന് വെക്കുക. അതിനപ്പുറത്തേക്കാണ് നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ളത്. അത് കാണുവാനായിട്ട് ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഉയരത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ എല്ലാവർക്കും 4 അടിയുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വാലിറ്റി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ 4 അടിയുള്ള സ്റ്റാൻഡ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ചിലർ 6 അടിയുള്ളവരുണ്ടാകും, 6.5 അടിയുള്ളവരുണ്ട്, അതിന് മുകളിലുള്ളവരുണ്ട്. അതേസമയത്ത് തന്നെ 5.5 അടി, 5 അടി, 4 അടി, 4.5 അടി ഇങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇക്വിറ്റി അവിടെ നിലനിർത്തണമെങ്കിൽ ഓരോരുത്തരും എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്, അല്ലെങ്കിൽ ഈ 10 അടി മതിലിനെ മറികടക്കുവാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡ്, ആ അളവിലുള്ള സ്റ്റാൻഡ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ഉള്ള അളവിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ കഴിയുമ്പോഴാണ് എന്തുണ്ടാകുക, അവിടെ യഥാർത്ഥത്തിൽ ഇക്വാലിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ
ഈ ഒരു സമത്വത്തിൻ്റെ ഭാവനയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പലതരത്തിൽ ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ പഴയ നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. അവർ ദൈവം കൽപ്പിച്ച ആ ഒരു ന്യായപ്രമാണത്തെ ഈ യോബേൽ വർഷത്തിലും അതുപോലെ തന്നെ ശബത്ത് വർഷത്തിലും അവർ പിടിച്ചു വച്ചിരിക്കുന്ന അവരുടെ സ്വത്തും മുതലും എല്ലാ കടവും ഇളച്ച് അവനെ സ്വതന്ത്രനാക്കുന്ന, അവനെ ഒരുപോലെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ജനങ്ങളെ അടിമകളാക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് പഴയ നിയമത്തിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങളെ അടിമകളെ മോചിപ്പിക്കുന്നില്ല, നിങ്ങൾ കടങ്ങൾ ഇളച്ചു നൽകുന്നില്ല, നിങ്ങൾ വസ്തുവകൾ തിരിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ദൈവം ആഗ്രഹിച്ച ആ സാമൂഹ്യ ക്രമം, ആ സാമൂഹ്യ നീതി അത് ആ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഈ ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയാണ്. ഈ പാവപ്പെട്ടവനെ, ദരിദ്രനെ അവനെ വീണ്ടും വീണ്ടും അടിമയാക്കിയിട്ട് അവൻ്റെ എല്ലാ സ്വത്തും സമ്പാദ്യവും അവൻ്റെ അധ്വാനവും നിങ്ങൾ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവം പറയുകയാണ്. ഇത് ദൈവത്തിനെ സംബന്ധിച്ച് ഒരു വലിയ തിന്മയാണ്, ഒരു അനീതിയാണ് എന്ന് ആ ഭാഗത്ത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം അവിടെ പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ യോബേൽ വർഷം അതുപോലെ ശബത്ത് വർഷം അതിൽ പറയുന്ന സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആചരിക്കുവാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ആത്മീയത എന്ന് പറയുന്നതിൻ്റെ 2 തലങ്ങളാണ് വേദവസം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സ്പിരിച്വാലിറ്റിക്ക് 2 തലങ്ങളുണ്ട്. സ്പിരിച്വാലിറ്റി ഈസ് പ്രൈവറ്റ് ഇൻ കണക്ഷൻ വിത്ത് ഗോഡ്, ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് സോഷ്യൽ ഇൻ റെസ്പോൺസിബിൾ വിത്ത് അതേഴ്സ്. ആത്മീയത എന്ന് പറഞ്ഞത് അത് സ്വകാര്യതയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ആഴമേറുള്ള ബന്ധമാണ്. അത് മറ്റൊരാൾക്ക് വിവരിക്കാനായിട്ടോ മറ്റൊരാൾക്ക് പറയുവാനായിട്ടോ കഴിയാത്ത രീതിയിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് ഞാനും ദൈവവും തമ്മിലുള്ളത്. എന്നാൽ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതിലൊരു സാമൂഹ്യമായിട്ടുള്ള വശമുണ്ട്. അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുമായിട്ടുള്ള സംസാരത്തിൽ, അവരുമായിട്ടുള്ള ഇടപാടിൽ, ഇതെല്ലാം എന്താണ് അതിലും എന്തുണ്ട്, ആത്മീയതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് 10 കൽപ്പന നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് 10 കൽപ്പന ഒന്ന് വായിക്കുക. അത് വായിക്കുന്ന സമയത്ത് ആദ്യത്തെ 4 കൽപ്പനകൾ അത് നമ്മുടെ വ്യക്തി ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ബാക്കി 6 കൽപ്പനകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വിശ്വാസിയും മറ്റൊരുത്തരുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ആത്മീയതയ്ക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുപോലെ തന്നെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ആത്മീയതയിലുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് എന്താണ്, നിർജീവമാണ് എന്ന് യാക്കോബ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എപ്പോഴും അത് ഈ നീതിയിൽ, ദൈവത്തിൻ്റെ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നായിരിക്കണം. രണ്ടാമതായിട്ട് എക്സ്പോസ് ട്രൂ സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മീയതയിൽ സത്യസന്ധമായ ആത്മീയത നമുക്ക് അതിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, അതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളിന്ന് വായിച്ച് കേട്ട മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ യേശു ദേവാലയത്തിൻ്റെ പുറത്തിരിക്കുന്നതും ഭണ്ഡാരത്തിൽ അനേകം ആളുകൾ വഴിപാടർപ്പിക്കുന്നതും ആണ്. അതിലൊരു ദരിദ്രയായിട്ടുള്ളൊരു വിധവ ഒരു സ്ത്രീ വന്നുകൊണ്ട് അവർ ഭണ്ഡാരത്തിൽ 2 കാശ് ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ ആരാധനയുടെയും നമ്മുടെ സ്നേഹത്തിൻ്റെയും അടയാളമായിട്ടാണ് ഈ ഒരു 2 വെള്ളിക്കാശിനെ ഈ സ്ത്രീ ഇവിടെ നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിരവധി പേര് അവിടെ പണം ഇടുന്നുണ്ട്, അവർ ധാരാളം പണം ഇടുന്നുണ്ട്. എന്നാൽ യേശു വിലമതിക്കുന്നത് ഈ സ്ത്രീ ഇട്ട ഈ 2 കാശിനെയാണ് യേശു വിലമതിക്കുന്നത്. അതാണ് ഏറ്റവും മൂല്യമുള്ളത്, ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് അതാണ് എന്ന് യേശു അവിടെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥമായ ആത്മാർത്ഥമായ ദൈവത്തോടുള്ള സ്നേഹത്തെയും
ദൈവത്തോടുള്ള ആരാധനയെയും നമുക്ക് ഒരാളെയും നമുക്ക് അത്തരത്തിൽ വിലയിരുത്താനായിട്ട് കഴിയില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ അളക്കാനായിട്ടുള്ള അളവുകോലില്ല എന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള സ്നേഹം എന്നതിനെ അതിനെ പണം കൊണ്ട് അളക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവം പഠിപ്പിക്കുക ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ, നമ്മുടെ സ്നേഹത്തെ, സ്നേഹബന്ധങ്ങളെ ഒക്കെ അളക്കുവാനായിട്ട് നിരവധി അളവുകോലുകൾ നമ്മൾ വയ്ക്കാറുണ്ട്. അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഒക്കെ നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ, ബന്ധത്തിൻ്റെ ആഴങ്ങളെ, സ്നേഹത്തെ, ആത്മാർത്ഥതയെ ഇതിനൊക്കെ നമ്മൾ അളക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ വലിയ കാര്യം, നമ്മുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്, നമ്മുടെ അളവുകോലുകൾ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തോടുള്ള ആരാധനയെ, സ്നേഹത്തെ അളക്കുവാനായിട്ട് സാധിക്കില്ല എന്ന ഒരു വലിയ തത്വമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ദൈവത്തിനുള്ള നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് അത് വളരെ വിലപിടിപ്പുള്ളതാണെന്നുള്ളതാണ്, വിലയേറിയിട്ടുള്ളത്. അതൊരു ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ദൈവത്തിന് നമ്മൾ നൽകുന്ന എന്ത് നൽകുകയാണെങ്കിലും അത് വിലയുള്ളതാണ് ദൈവത്തിന് നൽകേണ്ടത്. ഈ സ്ത്രീയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ്റെ ഉപജീവനം മുഴുവൻ അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബാക്കി അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അന്നത്തെ അവരുടെ അധ്വാനം മുഴുവൻ, ഇനി അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ അവർ മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു കോസ്റ്റ്ലിയാണ്, വളരെ വിലയേറിയിട്ടുള്ള ഒരു സമർപ്പണമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്നേഹത്തെ, ദൈവത്തോടുള്ള സ്നേഹത്തെ അളക്കുവാനായിട്ട് പാടില്ല. അത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ദൈവത്തിന് നൽകണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ദൈവത്തിന് ഇത്ര കൊടുത്തു, ഞാൻ ദൈവത്തിന് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര ചിലവഴിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരത്തിൽ ഇത് എവിടെ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്? ആരാണ് നമുക്കിതെല്ലാം നൽകിയത്? ഈ ആരോഗ്യത്തെയും ഈ സമ്പത്തിനെയും ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്മകളെയും എവിടെ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടേതല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല, മറിച്ച് ദൈവം, അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്, ദൈവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയെന്ന് നിന്ന് ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒന്നും തന്നെയല്ല, മറിച്ച് ദൈവത്തിന് നമ്മുടെ ആ ദൈവം നൽകിയതെന്ന് മാത്രമാണ് നമ്മൾ ദൈവത്തിന് നൽകുന്നത് എന്നത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലും ഈ ഒരു സത്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ബന്ധങ്ങളിലുള്ള സ്നേഹബന്ധങ്ങളെ പലപ്പോഴും അത് വിലയില്ലാത്തതായിട്ട് പലപ്പോഴും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾ, ആത്മാർത്ഥമായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത, അല്ലെങ്കിൽ ആത്മാർത്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ജീവിതം നമ്മൾ നോക്കുന്ന സമയത്ത് അവർ നല്ല സന്തോഷത്തിലും നല്ല സ്നേഹത്തിലും ഇരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് വളരെ ശബ്ദം കുറച്ചായിരിക്കും. പലപ്പോഴും അവർ വലിയ ഭാഷകളൊന്നും സംസാരിക്കാറില്ല, വലിയ ഭാഷയൊന്നും ഉപയോഗിക്കാതെ അവരൊരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പലപ്പോഴും പല ആളുകളും മൊബൈൽ ഫോണിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കേൾക്കാത്ത രീതിയിലാണ് മൊബൈലിൽ സംസാരിക്കുന്നത്, വളരെ രഹസ്യമായിട്ട്, വളരെ ശബ്ദം കുറച്ചിട്ട്. അങ്ങനെ അവരുടെ സ്നേഹബന്ധം വളരെ ദൃഢമായിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് വളരെ മൃദുലമായിട്ടായിരിക്കും, വളരെ കുറഞ്ഞ ശബ്ദത്തിലുമായിരിക്കും. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് ബന്ധം, അതിലുള്ള പലതരത്തിലുള്ള വിഘാതങ്ങളുണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള സംസാരം വളരെ ഉച്ചത്തിലായിരിക്കും, വളരെ ശബ്ദം എടുത്തുകൊണ്ടാണ് സംസാരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരേറ്റവും സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് അവിടെ ഹൃദയങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.
എന്നാൽ അവർ തെറ്റിക്കഴിയുന്ന സമയത്ത് ഹൃദയങ്ങൾ വളരെ വളരെ ദൂരത്തേക്ക് അകന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇത്രയും ശബ്ദത്തിൽ അലച്ച് സംസാരിക്കുവാനായിട്ട് ശബ്ദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വളരെ ശബ്ദമുയർത്തി അട്ടഹസിച്ച് പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ അട്ടഹസിച്ച് അല്ലെങ്കിൽ ശബ്ദമുയർത്തി നിലവിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പഴയ നിയമം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹന്ന പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ദൈവവും ആ മനുഷ്യനും തമ്മിലുള്ള ആഴമേറുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഹന്ന ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, അവർ എന്തൊക്കെയോ പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അവിടെ വന്ന ഏലി പുരോഹിതൻ നോക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ പറയുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം വിചാരിച്ചു ഈ സ്ത്രീ മദ്യപിച്ച് വന്ന് ഇരിക്കുകയാണ്, ലഹരി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. എന്നാൽ ഈ സ്ത്രീ ഈ പറഞ്ഞ കാര്യം ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചത് അത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും അത് ദൈവത്തിന് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ്, ദൈവം അവരുടെ ഹൃദയത്തെ അറിയുകയാണ്. അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ആത്മീയതയിൽ ഉണ്ടാകേണ്ട ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, സ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതായിരിക്കണം, ദൈവമായിട്ട് വളരെ അടുത്തുള്ളതായിരിക്കണം എന്നുള്ളതാണ്. 116-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇപ്രകാരമാണ്: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വേദനകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മോട് ചാഞ്ഞു വരുന്നവനാണ്. ചെവി ചായ്ക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കാതോർക്കുക എന്ന് പറയുന്നത് മലയാളത്തിലുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ദൈവം അങ്ങനെയാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തൻ്റെ ചെവി ചായ്ക്കുന്നവനാണ്, നമ്മുടെ ഗദ്ഗതങ്ങളെ അവൻ ഗ്രഹിക്കുന്നവനാണ്. ഇതാണ് ഈ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആഴമേറുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള ഉപാധികളില്ല. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ലാത്ത ബന്ധമാണ്. അൺകണ്ടീഷണലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം തന്നെ കണ്ടീഷൻസ് ആണ് വരുന്നത്. എല്ലാ ബന്ധങ്ങളിലും, സൗഹൃദങ്ങളിൽ കണ്ടീഷൻസാണ്. എന്താണ് സൗഹൃദം? ഏത് കാര്യത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് നമ്മുടെ സൗഹൃദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പല കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള സൗഹൃദമാണ്. അതിനപ്പുറത്തേക്ക് വലിയ സഹായങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു വളരെ ദുർഗണം പിടിച്ച ഒരു സ്ഥിതി വരുന്ന സമയത്ത് നമ്മുടെ സ്നേഹിതന്മാരാരും നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയില്ല. ആ സമയത്ത് ആരും നമുക്കുണ്ടാകില്ല. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള സ്നേഹബന്ധങ്ങളാണ് ഇന്നത്തെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളും അത്തരത്തിൽ കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ളതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സോഷ്യൽ കോൺട്രാക്റ്റുകളായിട്ട് ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നത് കോൺട്രാക്റ്റാണ്, കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻസ് വരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഇന്നത്തെ ലോകത്ത് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇതാണ് അതിൻ്റെ പ്രത്യേകത. ലിവിങ് ടുഗദർ എന്ന് പറയുന്നതും അതൊക്കെ വളരെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് കണ്ടീഷൻസ് മാത്രമാണ് അവിടെ നോക്കുന്നുള്ളൂ. ആത്മാർത്ഥതയില്ല, വിശ്വസ്തതയില്ല, പരസ്പരം ഉത്തരവാദിത്തമില്ല, യാതൊരു തരത്തിലുള്ള നീതിയുമില്ല, ധാർമ്മികതയുമില്ലാത്ത ഒരു രീതിയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയാണ് നമുക്ക് ആത്മാർത്ഥതയുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദൈവമായിട്ടുള്ള നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ, ആത്മീയതയിൽ, അത് യഥാർത്ഥമായ ആത്മീയത, ടു എക്സ്പോസ് ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥമായ ആത്മീയത, വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ വിധവ അല്ലെങ്കിൽ ഈ ദരിദ്രയായ സ്ത്രീ അവരെ തൻ്റെ ഉപജീവനം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയാത്തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നിഷ്കളങ്കമായ, കളങ്കമില്ലാത്ത ആത്മീയത പ്രകടിപ്പിക്കുവാനായിട്ട്
നമ്മുടെ ജീവിതത്തെ അങ്ങനെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരണം. 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഡിവോഷൻ വിത്ത് ജസ്റ്റിസ്, എക്സ്പോസ് ട്രൂ സ്പിരിച്വാലിറ്റി. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആത്മീയത പ്രകടിപ്പിക്കുക, നീതിയിൽ അധിഷ്ഠിതമായ ആത്മീയത നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തുക. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ പാലിക്കേണ്ട നീതിബോധത്തെക്കുറിച്ച്, ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ട വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ അങ്ങ് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചുവല്ലോ കർത്താവേ. അത് നീതിബോധത്തിലുള്ള ആത്മീയതയും സത്യസന്ധമായ ആത്മീയതയും പ്രകടിപ്പിക്കാനായിട്ട് ദൈവം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തോട് ഹൃദയം തുറക്കുന്ന, ഭാഷകളില്ലാതെ ദൈവത്തോട് സംസാരിക്കുന്ന, ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ദൈവബന്ധത്തെയും, ഹൃദയങ്ങൾ തമ്മിൽ ഇടപെടുന്ന സാമൂഹിക ബന്ധത്തെയും, ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന സാമൂഹിക ബന്ധങ്ങളെയും ഒക്കെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് പറയുന്നുവല്ലോ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെ അതെപ്പോഴും മുറുകെ പിടിക്കുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ചർച്ച് കൊയർ ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതായിരിക്കും.
ആരാധനയുടെ അവസാനമായി 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 5-ാമത്തെയും ചരണം പാടാം. 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 5-ാമത്തെയും ചരണം. ഞങ്ങൾക്ക് നിന്റെ കൃപ ഇരിക്കുക യേശുവേ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്രോതലെ പോലെ ഭൂമിയിലും നടക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. പിതാ